നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, കണ്ടന്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ബ്രഹ്മയുഗത്തിൻ്റെ കളക്ഷൻ, ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ ഇതുവരെയും അവർ പുറത്തുവിട്ടിട്ടില്ല. ബ്ലോക്ക് ബസ്റ്റർ ആണെന്നുള്ള ഒഫീഷ്യൽ പോസ്റ്റ് മാത്രമേ അവർ പുറത്തുവിട്ടിട്ടുള്ളൂ. ഒഫീഷ്യൽ കളക്ഷന് തുല്യമാണ് ഇപ്പം ട്രാക്ക് ചെയ്യുന്ന കളക്ഷൻ. ഇപ്പം ചൊവ്വാഴ്ച വരെ, ഇന്നിപ്പോൾ ബുധനാണ്, ചൊവ്വാഴ്ച വരെ ഇതിൻ്റെ 6 ദിവസത്തെ കളക്ഷൻ ഏകദേശം 36 മുതൽ 37 കോടി രൂപ വരെയാണ്. ഈ ഒരു ജോണർ നിൽക്കുന്ന സിനിമയ്ക്ക് കിട്ടാവുന്ന അഭൂതപൂർവമായ കളക്ഷനാണ്. കാരണം എനിക്കൊന്ന് കേരളത്തിനെക്കാട്ടി കൂടുതൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് GCCയിലാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത റെസ്റ്റ് ഓഫ് കേരള, അതായത് കർണാടകയിലും തമിഴ്നാട്ടിലും ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ ഗംഭീര കളക്ഷൻ. ഇനി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിലും UK-യിലും USA-യിലും ഒക്കെ ഗംഭീര കളക്ഷൻ നേടും. അന്നേരം ഭാഷാ അതിർവരമ്പുകളോ ഒന്നുമില്ലാതെ രാജ്യം മൊത്തം സ്വീകരിച്ച, എല്ലാവരും ആൾക്കാർ സ്വീകരിച്ച ഒരു സിനിമയെന്ന് പറയാം ബ്രഹ്മയുഗം. ഇനി ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് സംവിധായകർക്ക് മുതിരാം എന്ന് പറയുന്നതിൻ്റെ ഒരു പരീക്ഷണ ചിത്രമാണ്. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ 3 കഥാപാത്രങ്ങൾ, ഒരു മന, ഇതെല്ലാം വെച്ചുകൊണ്ടൊരു വലിയൊരു പരീക്ഷണമാണ് ഈ വലിയൊരു അസാധാരണമായ വിജയം നേടിയത്. അതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എടുക്കുന്ന സംവിധായകർക്ക് ഒരു പ്രചോദനമായിരിക്കും, ഒരു ചവിട്ടുപടിയാണ് എന്തായാലും ബ്രഹ്മയുഗം. അന്നേരം കളക്ഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഡ്രോപ്പ് ആകത്തില്ല. പുത്തൻ സിനിമകൾ വന്നാലും ഇത് എന്തായാലും 50 കോടി ക്ലബിൽ എന്തായാലും കയറുമെന്ന് ഏകദേശം നമുക്ക് ഉറപ്പിച്ചിപ്പം പറയാൻ പറ്റും. അന്നേരം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.